വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു A to Z. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ പുറത്ത് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു 5 മിനിറ്റ്സ് കൊണ്ടൊക്കെ എങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് എന്റെ ചാനലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയണം. ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നത് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഒരു സൺസ്ക്രീനാണ് ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ നോർമൽ സ്കിന്നാണ്. നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീം എന്തായാലും അപ്ലൈ ചെയ്യണം. ഞാൻ കുറച്ച് നാൾ മുൻപ് ഒരു മേക്കപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ നോർമൽ സ്കിന്ന് ആണെന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ആദ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ എനിക്ക് നോർമൽ സ്കിന്നാണ്, അത് കാരണം സൺസ്ക്രീമിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ അന്ന് BB ക്രീമും CC ക്രീമും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. BB ക്രീമിൻ്റെ ആവശ്യം എനിക്കുള്ളൂ, കാരണം എൻ്റെ ഫേസിൽ അങ്ങനെ ബ്ലാക്ക് മാർക്കൊന്നുമില്ല. ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിമ്പിൾ വന്ന് പോയതിൻ്റെ മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് CC ക്രീം അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും കൂടിയിട്ട് അപ്ലൈ ചെയ്തത്. നിങ്ങളുടെ ഫേസിൽ കുറച്ച് ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം CC ക്രീം അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ BB ക്രീമും അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങളുടെ ഫേസിൽ ബ്ലാക്ക് മാർക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BB ക്രീം മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതായത് സാധാരണ ഒരു ഫെയർ ആൻഡ് ലവ്ലിയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു CC ക്രീമാണ്. ഇപ്പോൾ എൻ്റെ മുഖത്തിന് താഴെയായിട്ടൊരു പിമ്പിൾ വന്നിട്ടുള്ളൊരു മാർക്ക് ഉണ്ടായിരുന്നു. അവിടെ മാത്രം ഞാൻ CC ക്രീം ചെയ്തേക്കാണ്. അതിന് ശേഷം നമുക്കത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ BB ക്രീം ഇടുന്നുണ്ട്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു BB ക്രീമിൻ്റെയും CC ക്രീമിൻ്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് ചെയ്യാം. ഇപ്പോൾ ചാനലിന് കുറച്ച് പ്രശ്നമുള്ള കാരണം ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്. കുറച്ച് നാൾ ശേഷം ഞാൻ എല്ലാ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ BB ക്രീം ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. BB ക്രീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഫേസിൽ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് BB ക്രീമിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ തേക്കുന്ന സെയിം എഫക്റ്റാണ് BB ക്രീമിന് കിട്ടുന്നത്. BB ക്രീമും CC ക്രീമും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. CC ക്രീം ഇട്ടതിന് ശേഷം BB ക്രീം വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. ഇതൊരു ലിപ് ബാമാണ്. ഞാൻ കുറേ നാൾ മുൻപ് മേടിച്ചിട്ടുള്ളൊരു ലിപ് ബാമാണ്. ഇത് ഇടുമ്പോൾ വൈറ്റ് കളറാണെന്നുണ്ടെങ്കിലും ലൈറ്റ് പിങ്ക് കളറാകും. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ലൈറ്റ് പിങ്ക് കളറാവും. ഞാൻ പിന്നെ അധികം അങ്ങനെ ഡാർക്ക് ലിപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഫേസ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫേസ് പൗഡറും ലൈറ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് പല വീഡിയോസിലും. ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല. പിന്നെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്ന കാരണം മാത്രം മേക്കപ്പ് വീഡിയോസിന് വേണ്ടിയിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കാണിക്കുന്ന മേക്കപ്പ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ പരമാവധി സിമ്പിൾ മേക്കപ്പ് വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ വീഡിയോസ് ഇനി എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഞാനൊരു കാജൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് കണ്ണ് എഴുതാറ്. ഇതൊരു ഐലൈനർ വിത്ത് നമുക്ക് ഐബ്രോസിലൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു പെൻസിലാണ്. ഞാനിത് തൽക്കാലം ഇത് വെച്ചിട്ടാണ് കണ്ണ് എഴുതുന്നത്. ഞാൻ സാധാരണ കണ്ണ് എഴുതാറുള്ളത് ബേബി കൺമഷി വെച്ച് ബഡ്സ് കൊണ്ട് എഴുതാറുണ്ട്. പിന്നെ കാജൽ സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമുക്ക് കണ്ണ് എഴുതാനായിട്ട് പറ്റുന്ന ഒരു പെൻസിലാണ്, നല്ല പെൻസിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഐബ്രോസ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് പോർഷനിൽ ഐബ്രോസ് പരമാവധി എഴുതാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ സ്റ്റാർട്ടിങ് പോർഷനിൽ എഴുതുമ്പോൾ നമുക്ക് കുഞ്ഞു പിള്ളേർക്കൊക്കെ കണ്ണെഴുതുന്ന പോലെ, കണ്ണല്ല പിടികൻ എഴുതി വെക്കുന്ന പോലെ തോന്നും. അത് ഭയങ്കര വൃത്തികേടായിരിക്കും. ഞാൻ അപ്പോൾ എൻഡിങ് പോർഷനിൽ മാത്രമായിട്ട് ഐബ്രോസിൻ്റെ അവിടെ കുറച്ചൊന്ന് ഡാർക്ക് ചെയ്യാറുണ്ട്. സ്റ്റാർട്ടിങ് പോർഷനിൽ എഴുതാറില്ല.
എനിക്ക് മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കണ്ണെഴുതുന്നതാണ്. പിന്നെ കണ്ണെഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അങ്ങനെ പരന്ന് ചിലരുടെ കണ്ണൊക്കെ പെട്ടെന്ന് പരന്ന് പോകും. അങ്ങനെ കണ്ണ് പരക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബേബീസിന് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഒരുപാട് നേരം നിൽക്കും, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ നിൽക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഐലൈനർ എഴുതുന്നുണ്ട്. ഞാൻ ഐലൈനർ എടുക്കുന്നത് ഡാസ്ലറുടെ ഐലൈനറാണ്. ഞാൻ പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സും പരമാവധിയും ഡാസ്ലറുടെ ആണ് എടുക്കാറുള്ളത്. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് വീഡിയോയുടെ ക്ലാരിറ്റി, സൗണ്ട് പ്രോബ്ലം ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇപ്പോൾ കുറേയൊക്കെ വലുതായിട്ടുണ്ട്. കുറച്ച് നാൾ കൊണ്ടാണ് ഇത്രയും വലുതായത്. കാരണം ഒരു 2 വീക്സോ മുൻപ് വരെ എനിക്ക് 1400 സബ് ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു മസ്കാരയാണ് കേട്ടോ, ഡാസ്ലറുടെ തന്നെ മസ്കാരയാണ്. മസ്കാരയും ഈ പറഞ്ഞോണ്ട് ഡെയിലി ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്കാരയും പരമാവധി ഒഴിവാക്കുക. മസ്കാരയൊക്കെ യൂസ് ചെയ്യുന്നത് ഐലാഷസിന് പൊട്ടയാണ്. ഐലാഷസൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും മസ്കാരയൊക്കെ ഇടുമ്പോൾ. പരമാവധി മസ്കാര അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക. വല്ല ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം മസ്കാര യൂസ് ചെയ്യാം. ഇപ്പോൾ ലൈറ്റ് കളർ ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലിപ്പിൻ്റെ കളർ തന്നെ ലൈറ്റ് കളർ ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ലിപ് ഗ്ലോസ് ഇടും കേട്ടോ, ലാസ്റ്റ് ലിപ് ഗ്ലോസ് ഇടുന്നുണ്ട്. പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് പിങ്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ലിപ്പിലിടുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പുറത്ത് പോകുമ്പോൾ ഹെയർ ബൺ സ്റ്റൈലിൽ ഹെയർ കെട്ടാറുണ്ട്. കാരണം ലെങ്തി ഹെയർ. ഇതാണ് ലിപ് ഗ്ലോസ് യൂസ് ചെയ്യുന്നത്, റോസ് ബെല്ലയുടെ ലിപ് ഗ്ലോസ് ആണ്. ഇതൊരു വട്ടം ഇവിടെ റുവൈസ് മാളിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഓഫറിന് കിട്ടിയതാണ്. ഇതിന് രണ്ടെണ്ണത്തിനും കൂടിയിട്ട് 150 ആണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യണം. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് എന്റെ ചാനലിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം. ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നത് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. ഇറ്റ്സ്